Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോംമെയ്ഡ് വീറ്റ് നൂഡിൽസ് ആണ് ട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി എടുക്കുന്നത്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ 1 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര നല്ലതായിട്ട് വരില്ല. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒരു ഹാർഡൊന്നും ആവാൻ പാടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, അപ്പോൾ നമ്മുടെ മാവ് ഭയങ്കര ലൂസായി പോവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സേവനാഴി എടുത്തിട്ട് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ സേവനാഴി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു പ്രസ് ചെയ്യുന്ന ടൈപ്പ് സേവനാഴിയാണ് എടുത്തിട്ടുള്ളത്. സാധാ നമ്മൾ കൈകൊണ്ട് തിരിച്ചിടുന്ന ടൈപ്പ് സേവനാഴി ആണെങ്കിൽ അതായാലും മതി. അതിലേക്ക് മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചെറിയ ഹോളിൽ അച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ കൂടെ പിഴിഞ്ഞിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഹോളിലത് അച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ വെള്ളത്തിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ എങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുത്താലും അതിങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് ഓരോ നൂല് പോലെയായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. എന്നിട്ടൊരു 3-4 മിനിറ്റ് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിഴിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ തീ. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ നൂഡിൽസൊക്കെ റെഡിയായി. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് അതിലെ വെള്ളമൊക്കെ വാർത്തെടുക്കുക. അതിനുശേഷം വെള്ളം വാർത്തെടുത്തിട്ടുള്ള നൂഡിൽസ് മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് 2 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് റിൻസ് ചെയ്തെടുക്കണം. അങ്ങനെ റിൻസ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ചൂടിൽ കിടക്കുമ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ വേവ് ഒത്തിരി കൂടി പോവും. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതിനാണ് നമ്മൾ 2 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ റിൻസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡിയായി, കണ്ടില്ലേ. ഇനി ഈ നൂഡിൽസിൽ നമുക്ക് മസാലയും എഗ്ഗൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.